ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗോഡ് ബ്ലസ് യു ആൻഡ് അസ് ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ മൈസൂർ പാലസിലാണ്. ഞാൻ എത്തിയിട്ട് ഇപ്പോൾ ഒരു 10-20 മിനിറ്റ് ആവുന്നേ ഉള്ളൂ. നമ്മൾ ഇവിടെ ഒരു റൂം എടുത്ത് മൈസൂരിൽ തന്നെ അടുത്താണ്. ഇവിടുന്ന് മൈസൂർ 3 മീറ്റർ ദൂരമുണ്ട്. അപ്പോൾ ഇനി ഇവിടെ അടുത്തൊരു പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടൊന്ന് പോകാമെന്ന് വെച്ച് അതിൻ്റെ വീഡിയോ എടുക്കാം. പിന്നെ നാളെ നമ്മളിവിടെ കാണും. അത് കഴിഞ്ഞ് അടുത്ത സ്ഥലം പോകത്തുള്ളൂ. പക്ഷേ നമ്മുടെ വണ്ടി വിടും. ഇതുണ്ട്, നമ്മൾ വന്ന വഴി നമ്മുടെ വണ്ടിയുടെ ഇൻഡിക്കേറ്റർ പോയി. ഇതുണ്ടല്ലേ തൂങ്ങി പറഞ്ഞ് നടക്കും. ഇപ്പോൾ അതിന് ഇവിടെ നിന്ന് ഇവരുടെ അടുത്ത് എന്തോ പറഞ്ഞ് റെഡിയാക്കാനാണ്. എനിക്ക് തിന്നത് പോലും ഇല്ല ഇതുവരെ. ഞാനൊന്ന് എന്തോ പറഞ്ഞ് ഭക്ഷണം കഴിക്കാനാണ്. അതുകൊണ്ട് ഇത് തൽക്കാലം ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഞാനിങ്ങനെ വെച്ച് കെട്ടി അതെന്തോ തട്ടിയതാണ് വന്നത്. അതിനിപ്പോൾ സീനില്ല. നമുക്ക് വണ്ടി എടുത്ത് പോകാം. ഇവിടെ താമസിക്കുന്നത് നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തുണ്ട്. അല്ലല്ലോ അവിടെ പരിപാടി നടക്കുക. നമ്മൾ ഫെസ്റ്റ് ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അവിടെ ഇവിടെ എന്താണ്ടൊക്കെ ഉണ്ട്. നമുക്ക് നോക്കിയിട്ട് വരാം. എന്തായാലും വന്നല്ലേ, ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് വരാം. ടിക്കറ്റ് എടുത്ത് നമ്മൾ അവിടെ നിന്ന് പോകും. പക്ഷെ നമ്മൾ കർണാടകയിൽ വന്നിട്ട് ഇപ്പോൾ ഇവിടെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മൈസൂരിൽ ഞാൻ ഇവിടെ ഫെസ്റ്റ് കണ്ട് നടക്കും. അപ്പോൾ അതിൻ്റെ ഓരോന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഇവിടെ നല്ല സെറ്റ് സ്ഥലം കേട്ടോ, ഒന്നും പറയാനില്ല. അടിപൊളി സ്ഥലം. വേറെ ഏതോ രാജ്യത്ത് വന്ന് നിൽക്കുന്നത് പോലെ സ്ഥലം. നല്ല അടിപൊളി രസമുണ്ട്. പരിപാടി നടക്കും ഇവിടെ. അതിൻ്റെയാണ് ഇതൊക്കെ ഇട്ടിരിക്കുന്നത്. പക്ഷെ അവിടുത്തെ ഡൈനോസർ ഇരിക്കുന്നത്. ഡൈനോസർ അല്ല, ഡിനോസർ. അക്കടപ്പുടട വേണം. ഇതെന്തോ റോബോട്ടാണ്. റോബോട്ടിനെ കണ്ടു. ഫാമിലി ഫോട്ടോ എടുക്കുന്നത്. ഇപ്പം എല്ലാവരും മിസ് ചെയ്യുന്നു ഗസ്. ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്ന് ഒരു പരുവായി. ഡിനോസറിനെ കണ്ടോ? ഇവിടെ എന്തുവാ? എന്താ സീബ്ര, മാനാനം, കടുവ. വാവ്. പിന്നെ നീ ഒറ്റടുത്തം കാരണം ഞാൻ ഇന്ന് പോർഷനകത്തൂടെ പേടിച്ചാ വന്നു. അറിയാം. നല്ല പിന്നെ ഉണ്ടോ സിനിമയെ പറ്റിയുള്ള ഇതിനകത്ത് പഴയ കാലത്തെ ആളുകളുടെ ഇതുണ്ടോ ഗൈസ്. ഒരെണ്ണം വരൾച്ച വന്നതും ഒരെണ്ണം നമ്മുടെ അല്ലാത്ത ഭൂമി പച്ചപ്പാട്ടും. പക്ഷേ വെറുതെ മനുഷ്യനെ പേടിപ്പിക്കലട്ടെ, വെറുതെ ആണുങ്ങളെ ബലകളാനായിട്ട്. ഇത് എന്തുപാട് ഇത് ഓരോന്ന് അവിടെ അതുണ്ടോ. ഇതിൻ്റെ ഇപ്പം അർത്ഥം എനിക്കിപ്പോഴും മനസ്സിലായി. കാരണം ഭൂമിയിൽ മനുഷ്യരുള്ളപ്പോൾ പ്ലാസ്റ്റിക് അങ്ങനെയുള്ളതെല്ലാം കൂട്ടിയിരിക്കുന്നു. പക്ഷേ അതിപ്പോൾ ഇങ്ങനെ വരൾച്ചയും അതും ഇതും. പക്ഷേ വേറെ സംഭവം ഇവിടെ വരുമ്പോൾ ഇവിടെ കണ്ട നല്ല അവിടെ വരൾച്ച, ഇവിടെ നല്ല പച്ചപ്പും. കാരണം എന്ത് ചെയ്തണ്ട മൃഗങ്ങളെല്ലാം നിൽക്കുന്ന നമ്മൾ സ്നോ ലാൻഡിലോട്ട് കയറി ഗൈസ്. ഇവിടെ ജീവനുള്ളതൊന്നും ഇല്ലല്ലോ അല്ലേ. വെറുതെ എന്നെ പേടിപ്പിക്കരുത് കേട്ടോ. ആരാടാ വേണ്ട കേട്ടോ. സ്നോ ലാൻഡാണ് ഗൈസ്. പക്ഷെ ഇത് അടുത്തത് എല്ലാം പിള്ളേർക്ക് പറ്റിയ സാധനങ്ങളാണ്. കാർട്ടൂൺ പഴയ മറ്റേ അതെന്തോ ഇവിടുത്തെ കർണാടക പിള്ളേരെ കിട്ടിയിട്ട് അവന്മാരുടെ ഭാഷ എനിക്ക് മനസ്സിലാവുന്നില്ല. അവന്മാരെയും കൂടെ കയറിയത് എൻ്റെ ഒപ്പം വന്നേ. അങ്ങനെ ഇവിടെ മൊത്തം പെങ്കിൻ. പിള്ളേരെയും കൂടെ നോക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ട് പോയാൽ പെങ്കിൻ
മുതല ഹായ് ചേട്ടാ. ഇവിടെ വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. കർണാടക പിള്ളേർ നല്ല ഇതാ കേട്ടോ. അവന്മാരെയും കൂടെ നോക്കണം ഞാൻ. എന്താ ചെയ്യപ്പ. ആഘോഷിപ്പിക്കും. നോ 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 സ്നോയിൽ കളിക്കുക പിള്ളേർ. നമ്മളിത് സ്കേറിലോട്ട് കയറാൻ പോയതുകൊണ്ടാണ്. ഭയങ്കര കാറ്റാണ്. ഇവിടുത്തെ ഒരുപാട് റൈഡുകളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഗോസ്റ്റ് ഹൗസ് കയറി വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. കാരണം എന്താ പറയുക, അതിനകത്ത് നമ്മളിട്ട് പേടിപ്പിക്കുന്ന കാരണമേ വീഡിയോ എടുക്കാൻ പറ്റുന്നു. കാരണം ഫോൺ മാറ്റി വെച്ച് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതിനകത്ത് ഏതാ വഴി അവർ ലൈറ്റ് അടിക്കല്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ അതും ചെയ്യാൻ പറ്റില്ല. ഇവിടെ കണ്ടോ അതെ തൊട്ടിയാട്ടമൊക്കെ ഉണ്ട്. ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. സെറ്റ് സ്ഥലം എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ അങ്ങ് താമസിച്ചാലും നമ്മളെല്ലാം തൊട്ടിയാട്ടത്തിൽ കയറാൻ വേണ്ടി കൊണ്ടുപോകും. എല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കും. തൊട്ടിയാട്ടത്തിൽ കയറി പൊങ്ങടാ. ഞാനിങ്ങ് എത്തിമോ തണുക്കുന്ന എയർ വന്നപ്പോ നമ്മുടെ വണ്ടി ഇവിടെ എവിടെയെല്ലാം ഉണ്ട്. ഇതുണ്ട് ഗൈസ്, ഇത് എയർലൈൻ. എന്തോ വേണം ഗൈസ്. ഇവിടുത്തെ മൊത്തം ഡ്രോൺ വ്യൂസ് കിട്ടും നമുക്ക്. ഇങ്ങനെ എന്തായാലും മൊത്തത്തിലുള്ളൊരു വ്യൂ. അല്ലാതെ അവിടെ കണ്ട നമ്മുടെ നിർത്തി കുറച്ച് നേരമായിരുന്നു. അവിടെ കണ്ട പിള്ളേരെ എടുത്തിട്ട് ഊക്കിക്കൊണ്ടിരിക്കുക അവിടത്. എൻ്റെ മോനെ ഇവിടെ തൊട്ടിയാട്ടമൊക്കെ ഇവിടെ ഉണ്ട്. ഇത് കണ്ടോ ഞാൻ ലാസ്റ്റ് കയറിയത് കൊണ്ട് ആദ്യം കയറിയവരൊക്കെ ഇറങ്ങാൻ വേണ്ടി എന്നെ ഏറ്റവും മാട്ടൊക്കെ ഉണ്ട്. എനിക്ക് വീട്ടിൽ പോകണം, ഉമ്മയെ കാണണം. വീട്ടിൽ കൊണ്ടുപോയേ അല്ലോ. അവിടെ ഹാർബറാ. അത് കണ്ടോ എന്നാലും കാര്യം ഒറ്റ ഓരോന്നിൽ കയറുമ്പോൾ എനിക്ക് ഓരോന്നോരോന്ന് അവിടെ നിന്ന് കാണാമല്ലോ. അപ്പോ എനിക്ക് വലിയ ആ പിള്ളേരെ കാണിച്ച നമ്മളെ അല്ല കേട്ടോ. ഗാന്ധിജി ഇരിക്കുന്നുണ്ടോ?